व्याख्या प्रकटितपरब्रह्मतत्त्वं युवानम् वर्षिष्ठान्ते वसदृशिगणैरावृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रमानन्दमूर्तिम् स्वात्मा रामं मुदितवदनं दक्षिणामूर्तिमीडे वटविटपि समीपे भूमिभागे निषण्णम् सकलमुनिजनानां ज्ञानदातारमारात् त्रिभुवनगुरुमीशं दक्षिणामूर्तिदेवं जननमरणदुःखच्छेद दक्षं नमामि। त्रम्बटतरोर्मूले वृद्धा शिष्याः गुरुर्युवा गुरोस्तु मौनं व्याख्यानं शिष्यास्तु छिन्नसंशयाः निधये सर्वविद्यानां भिषजे भवरोगिणां गुरवे सर्वलोकानां दक्षिणामूर्तये नमः। ॐ नमः प्रणवार्थाय शुद्धज्ञानैकमूर्तये निर्मलाय प्रशान्ताय दक्षिणामूर्तये नमः। This call is now being recorded. This call is now taking notes. Gurur Brahma, Gurur Vishnu, Gurur Devo Maheshwaraha, Guru Sakshat Param Brahma, Tasmai Shri Gurave Namaha. Sadashivasamarambham Shankaracharya Madhyamam Asmadacharyaparyandam Vande Guru Parambaram. Om Shruti Smriti Purananamalayam Karunalayam Namami Bhagavatpada Sankaram Logashankaram. Om Shri Narayana Paramagurave Namaha. Om Shri Narayana Paramagurave Namaha. മഹാഗുരുക്കന്മാരുടെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം, സഭാവന്ദനം. സ്മൈൽ സാധനയിലെ പൂജനീയരായ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് പ്രണാമം. അതുപോലെ തന്നെ ഈ സാധനയുടെ സംഘാടക സാരഥ്യങ്ങൾക്ക് ഏവർക്കും ഒറ്റ വാക്കിൽ നമസ്കാരവും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ആത്മജിജ്ഞാസുക്കളായി എത്തിയിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും വന്ദനം. ഇന്ന് നമ്മൾ ശ്രീശങ്കര വിരചിതമായ ദക്ഷിണാമൂർത്തി സ്തോത്രം ആണ് വിചാരം ചെയ്യുന്നത്. ഗുരു ദർശനത്തിൻ്റെ ആ ഒരു അടിത്തറയിൽ അതിനെ വിചാരം ചെയ്യുവാൻ മഹാഗുരുക്കന്മാരുടെ കാരുണ്യം ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയോടുകൂടി ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൻ്റെ ധ്യാന ശ്ലോകങ്ങളാണ് മനനം ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് തന്നെ അത് ചിന്ത ചെയ്തു പോകണം. ആ ധ്യാന ശ്ലോകങ്ങൾ ഓരോന്നും ഹൃദിസ്ഥമാക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തുകയും വേണം. അപ്പോൾ ഈ ക്ലാസ്സിന് നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു ക്ലാസ് തരുമെന്നുള്ള പ്രതീക്ഷയാണ്. എങ്കിലും നമുക്ക് ദക്ഷിണാമൂർത്തി സ്തോത്രം
എടുത്ത് അത് ഒന്ന് ചിന്ത ഒന്ന് ചൊല്ലാനെങ്കിലും സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ദക്ഷിണാമൂർത്തി സ്തോത്രത്തെക്കുറിച്ചൊന്ന് 2 വാക്ക് സംസാരിച്ചതിന് ശേഷം നമുക്ക് ധ്യാന ശ്ലോകത്തിലേക്ക് പോകാം. അപ്പോൾ ശ്രീ ശങ്കരാചാര്യ വിരചിതമായ അതിഗഹനമായ വേദാന്ത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ആഴത്തിലുള്ള ഒരു സ്തോത്രഗതി കൂടിയാണ് ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രം. ദക്ഷിണാമൂർത്തി അഷ്ടകം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കാരണം 8 ശ്ലോകങ്ങളാണ് ശങ്കര ഭഗവത്പാദർ രചിച്ചിട്ടുള്ളത്. ബാക്കി 2 ശ്ലോകങ്ങൾ ശങ്കര ശിഷ്യന്മാരാൽ ചേർക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതുകൊണ്ട് തന്നെ ദക്ഷിണാമൂർത്തി അഷ്ടകമെന്നും ഇതിനെ പറയുന്നുണ്ട്. ദക്ഷിണാമൂർത്തി സ്തോത്രം എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കൃതിയുടെ പേര്. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ആദിഗുരു, നമുക്കറിയാം ആദിഗുരുവാണ് ദക്ഷിണാമൂർത്തി. നമ്മൾ തുടങ്ങിയത് തന്നെ സദാശിവ സമാരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഗുരുപരമ്പര ആരംഭിക്കുന്നത് അവിടെയാണ്. ഇന്ന് ശ്രീനാരായണ ഗുരുപരമ്പരയിൽ ആ പൊൻകണ്ണിയായ ഗുരുപരമ്പരയിലെ പൊൻകണ്ണിയായ ശ്രീനാരായണ ഗുരു കമലങ്ങളിൽ എത്തി നിൽക്കുന്ന, ആ പാദങ്ങളിൽ എത്തി നിൽക്കുന്ന ഗുരുപരമ്പരയെ ഒന്നടങ്കം നമുക്ക് പ്രണമിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആദിഗുരുവാണ് ദക്ഷിണാമൂർത്തി. സർവജ്ഞാനത്തിൻ്റെയും മൂർത്തിമത് ഭാവമാണ്. സർവജ്ഞാനത്തിൻ്റെയും മൂർത്തിമത് ഭാവമാണ്. അതുപോലെ തന്നെ നമ്മളറിയണ പരമശിവന്റെ സതീ വിരഹത്തിന് ശേഷം, സതീ വിയോഗത്തിന് ശേഷം, ദശയാഗത്തിലെ സതീ വിയോഗത്തിന് ശേഷം ശിവന്റെ യോഗീഭാവം അല്ലെങ്കിൽ സന്യാസി ഭാവം അല്ലെങ്കിൽ പരമ ഗുരുവിൻ്റെ ഭാവമാണ് ദക്ഷിണാമൂർത്തി. അപ്പോൾ മനസ്സിലാക്കണം, ശിവഭാവം തന്നെ സന്യാസി യോഗത്തിലെ ഗുരു സന്യാസി ഭാവത്തിലെ ഗുരുഭാവത്തിലെ പരമമായ യോഗിയുടെ ഭാവത്തിൽ വർത്തിക്കുന്ന ആ രൂപമാണ് സദാശിവ രൂപം, അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി. സദാശിവ രണ്ടും ഒന്ന് തന്നെ, ദക്ഷിണാമൂർത്തി രൂപം. അപ്പോൾ ഇവിടെ ഉപനിഷത്ത് ദർശനത്തിൻ്റെ അടിത്തറയിൽ രചിച്ച മനോഹരമായ തത്വചിന്താപരമായ കൃതി. കാരണം നമ്മൾ എന്തിനാ ഈ കൃതി എടുത്തതെന്ന് വെച്ചാൽ, ഗുരുവിൻ്റെ കൃതികളിലേക്ക് എല്ലാ കൃതികളും, ഏത് ആധ്യാത്മിക കൃതികൾ നമ്മൾ എടുക്കുമ്പോഴും വളരെ ലളിതമായി നമുക്ക് സ്മൂത്തായി സഞ്ചരിക്കാൻ ഒരു വഴി ഗുരു നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഗുരുവിൻ്റെ ആ ഒരു പാദകമലങ്ങളിൽ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന നമുക്ക് ഏത് കൃതി എടുക്കുമ്പോഴും അതിലൂടെ വഴി തെളിച്ച് തന്നിട്ടുണ്ട് ഭഗവാൻ. അതിലൂടെ ആ ഒരു മാർഗത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകാനാവുക. അപ്പോൾ അങ്ങനെയാണ് ഇത് വ്യാഖ്യാനം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ആദിഗുരുവായ ദക്ഷിണാമൂർത്തിയെയാണ്. ഇവിടെ ഓരോ ശ്ലോകങ്ങളിലും ദക്ഷിണാമൂർത്തിയെ ആവർത്തിച്ച് സ്തുതിച്ചുകൊണ്ടാണ് കൃതി കടന്നു പോകുന്നത്. തത്വചിന്താപരമായ കൃതിയാണ്. വേദാന്തത്തിലെ ധാരാളം ടേംസ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആഴത്തിലുള്ള കൃതിയാണ്, എന്നാൽ നമുക്കിത് സ്തോത്രകൃതിയാണെന്ന് തോന്നുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും ഇത് ഒരു സ്തോത്രം എന്നതിലപ്പുറം ഇതൊരു ആഴമേറിയ ദാർശനിക ചിന്താ പദ്ധതി തന്നെയാണ് എന്നറിയണം. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാനിരിക്കുമ്പോൾ ഏകാഗ്രമായ മനസ്സോടുകൂടി ഗുരുവിൽ മനസ്സർപ്പിച്ചുകൊണ്ട് വേണം ഇരിക്കാൻ, ഇത് പഠിക്കാനായിട്ട്. ഇത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഗുരുവിൻ്റെ ഒട്ടുമിക്ക കൃതികളിലൂടെയും സഞ്ചരിച്ചിരിക്കും, ശ്രീനാരായണ ഗുരുദേവൻ്റെ. കാരണം അത്തരത്തിലുള്ള ഒരു ചിന്ത ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധ ഇതിന് ആവശ്യമാണ്. ദാർശനിക വിചാരമാണ് ഇതിലൂടെ കൂടുതൽ നടക്കുക. അപ്പോൾ ഈ ദക്ഷിണാമൂർത്തി എന്ന പദത്തിന് നമുക്ക് ധാരാളം നിർവചനങ്ങൾ ദക്ഷിണാമൂർത്തി എന്ന പദത്തിന് നൽകിയിട്ടുണ്ട്. ഇതിൽ 1-2 പറഞ്ഞുകൊണ്ട് നമുക്ക് കടക്കാം. അതായത് ദക്ഷിണാഭിമുഖ മൂർത്തി യസ്യ സഹ ദക്ഷിണാമൂർത്തി. നമ്മൾ കേൾക്കുന്നതോടൊപ്പം എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കുറിച്ച് വെക്കുക. കാരണം നമ്മൾ മനസ്സിൻ്റെ തലത്തിലും ബുദ്ധിയുടെ തലത്തിലും ആത്മവിചാരം ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറന്നു പോകാം. അതുകൊണ്ട് ശ്രവണം നടക്കുമ്പോൾ അതൊന്ന് കുറിച്ച് വെക്കാനും കൂടെ ശ്രമിക്കുക. ആദ്യഘട്ടത്തിലൊക്കെ മതി കുറിച്ച് വെക്കൽ, പിന്നെ നമ്മൾ പതുക്കെ ഒരു കുറിച്ച് വെക്കലും ഇല്ലാതെ നമ്മൾ സഞ്ചരിച്ചു കൊള്ളും. അപ്പം നിങ്ങളിവിടെ ഈ എന്നും
ധാരാളം പഠനങ്ങൾ ഉണ്ടാവുകയും ശ്രവണം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആധ്യാത്മിക കൂട്ടായ്മയാണത്. പുണ്യാത്മാക്കളുടെ കൂട്ടായ്മ, സുഹൃതം. അതിലേക്ക്, ആ സംഘത്തിലേക്കൊന്ന് എത്തുക, രണ്ടു വാക്ക് സംസാരിക്കാൻ ഭഗവാൻ അനുവദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹമായി തന്നെ സ്വീകരിക്കുകയാണ് ഞാൻ. ഒത്തേറെ സാധുക്കളായ ആളുകൾ, സജ്ജനങ്ങൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നു. ജ്ഞാനദാനത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നൊരു കൂട്ടായ്മ കൂടിയാണ് സ്മൈൽ സാധന. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും എത്തിപ്പെടാൻ സാധിച്ചില്ല. പലപ്പോഴും ക്ഷണിക്കുമ്പോൾ അത് ഇതിലേക്ക് വരാനുള്ള ഒരു എന്താ പറയുക, സമയമായിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ദക്ഷിണാഭിമുഖ മൂർത്തി യസ്യ സഹ ദക്ഷിണാമൂർത്തി എന്നാണ് ഒരു വിഗ്രഹം കേട്ടോ. അപ്പോൾ ദക്ഷിണ എന്ന വാക്കിന് ആദ്യം ദക്ഷിണം ദിക്ക് എന്ന് പറയുമ്പോൾ തെക്ക് ദിക്ക് എന്നൊരു അർത്ഥമുണ്ട്. ബാഹ്യമായ അർത്ഥം പറയുമ്പോഴാണ് കേട്ടോ. തെക്ക് അഭിമുഖമായിരിക്കുന്ന മൂർത്തി എന്ന് പറയും, ദക്ഷിണാമൂർത്തി. തെക്ക് ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന മൂർത്തി, ദക്ഷിണാമൂർത്തി. അപ്പോൾ വിഗ്രഹം ഒന്നുകൂടി പറയാം. ദക്ഷിണാഭിമുഖ മൂർത്തി യസ്യ സഹ ദക്ഷിണാമൂർത്തി കേട്ടോ. ഇനി എവിടെയാ ശിവന്റെ വാസസ്ഥാനം ചോദിച്ചാൽ കൈലാസം എന്ന് നമ്മൾ ബാഹ്യമായി പറയും അല്ലേ. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ആ മഹാഗുരു, വിശ്വഗുരു അല്ലേ, എന്താ പറയുക, ആദിഗുരു. ആ ഗുരുവിനെ നമ്മൾ ഭൗതികമായി സങ്കല്പിക്കുമ്പോൾ കൈലാസമാണ് വാസസ്ഥാനം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ വടക്കു ഭാഗത്താണ് കൈലാസം അല്ലേ. അപ്പം അവിടുന്ന് ഭാരതത്തെ അനുഗ്രഹിക്കാനായിട്ട് വടക്ക് വശത്ത് ഇരുന്ന് നോക്കുന്നത് തെക്ക് വശത്തേക്കാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ ആധ്യാത്മികമായി ഒത്തിരി ഒത്തിരി പുരോഗതിയിലേക്ക് കടക്കാനും തെളിയുന്നതും ഒക്കെ. ഒരു അമൃത് രുചിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് വെളുപ്പിനെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? നോക്കൂ, ആ അമൃതിനെ രുചിച്ചിട്ടുള്ളവർക്ക് വീണ്ടും വീണ്ടും ആ അമൃത് വേണം വേണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറയാണ്, അവിടുന്ന് ഭാരതത്തെ അനുഗ്രഹിക്കുന്നതിനായി തെക്കു ദിക്കിലേക്ക് സദാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദക്ഷിണാഭിമുഖ മൂർത്തി യസ്യ സഹ എന്ന് പറഞ്ഞത്. ദക്ഷിണാഭിമുഖമായ ആ രൂപത്തോടു കൂടിയിരിക്കുന്ന, മൂർത്തിയോടു കൂടിയിരിക്കുന്ന യസ്യ ആരാണോ സഹ അവൻ ദക്ഷിണാമൂർത്തി എന്ന് പറയും. ദക്ഷിണാഭിമുഖ മൂർത്തി യസ്യ സഹ, അതായത് തെക്ക് മുഖം തിരിഞ്ഞിരിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ വേദപാരമ്പര്യം അനുസരിച്ച് പറയുകയാണെങ്കിൽ വടക്ക് ദിക്കിനെ കുറിച്ച് പറയുമ്പോൾ ദിവ്യമായ കാരുണ്യത്തിൻ്റെ ദിശയാണെന്ന് പറയും. നമ്മളൊരു വടക്ക് ദിക്കിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു പ്രകാശത്തിൻ്റെയും അതുപോലെ തന്നെ കാരുണ്യത്തിൻ്റെയും ഒക്കെ ദിക്കാണ് വടക്ക് ദിക്ക്. തെക്ക് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത ദിക്കാണ്. കാരണം എന്താ, യമൻ്റെ വാസസ്ഥാനമാണെന്നാണ് വാസ്തു ശാസ്ത്ര രീതിയിൽ പറയുന്നത്. യമൻ്റെ വാസ്തു രൂപരേഖയിൽ പറയുന്നത് യമൻ്റെ വാസസ്ഥാനമാണ് തെക്ക് ദിക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ദക്ഷിണാമൂർത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് തെക്ക് ദിക്കിലേക്കാണ്. നോക്കണം അവിടെ അത് എന്തിനായിരിക്കാമെന്ന് നമ്മൾ ചുമ്മാ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവിടെ തെക്ക് മുഖം, അത് മരണത്തിൻ്റെ ആ അഭിമുഖമായ ദിക്കിലേക്ക് നോക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ നമ്മളെയൊക്കെ ആ മരണത്തിൽ നിന്നും രക്ഷിക്കുക എന്ന കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടാണ്. ഈ ജനന മരണ പെരുങ്കടലിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ജ്ഞാനം പകർന്നുകൊണ്ട് ഒരു കവചം ഒരുക്കിക്കൊണ്ട്, ഒരു സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് ആദിഗുരു ദക്ഷിണ ദിക്കിലേക്ക്, തെക്ക് ദിക്കിലേക്ക് നോക്കിക്കൊണ്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മരണത്തിൻ്റെയും അജ്ഞതയുടെയും മുഖത്തേക്ക് അറിവ് പ്രസരിപ്പിച്ചുകൊണ്ട്, ആ ദുഃഖത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് നമ്മളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഏറ്റവും പുറകിലും കണ്ണു വെച്ചുകൊണ്ട് നമ്മളെയൊക്കെ ആ അമൃതം നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തെക്ക് ദിക്കിലേക്ക് നോക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒത്തിരി നിർവചനങ്ങളുണ്ട് അവിടെ. ഇനി സംസ്കൃത ഭാഷാ വ്യാകരണപരമായി നോക്കുമ്പോൾ കൃതിയുടെ പേര് ദക്ഷിണാമൂർത്തി എന്നാണ്. ദക്ഷിണ കഴിഞ്ഞൊരു ദീർഘവും കൂടിയുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ദക്ഷിണമൂർത്തി എന്ന് മാത്രം മതിയാവും. സംസ്കൃത ഭാഷാപരമായി നോക്കുമ്പോൾ ദക്ഷിണാമൂർത്തി എന്ന് വേണ്ട, ദക്ഷിണമൂർത്തി എന്ന് മതിയാവും. അതുകൊണ്ട് ആ ഒരു ബേസിൽ ഇതിനെ നമ്മൾ പിരിക്കുമ്പോൾ ദക്ഷിണ പ്ലസ് അമൂർത്തിഹി, അമൂർത്തിഹി തിരിച്ചോളണം എന്ന് വന്നാൽ മാത്രമേ ദക്ഷിണയിലെ അകാരവും അമൂർത്തിയിലെ അകാരവും ചേർന്ന് ആ എന്ന സവർണ ദീർഘം വരുള്ളൂ.
അപ്പോഴാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയണത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കെന്ന് അറിയില്ല. മനസ്സിലാക്കാത്തത് വിട്ട് കളഞ്ഞേക്കൂട്ടോ. ബുദ്ധിമുട്ടി ഒന്നും ഇതാക്കാൻ നിൽക്കണ്ട. മനസ്സിലാകുന്ന കാര്യം മാത്രം ശ്രദ്ധിക്കുക. ദക്ഷിണാമൂർത്തി സ്തോത്രം എന്നാ പറയുക. ദക്ഷിണമൂർത്തി എന്ന് പറഞ്ഞാൽ മതി. സംസ്കൃത ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി എന്ന് വന്നത് എന്ന് വെച്ചാൽ നമുക്ക് പദം പിരിക്കുമ്പോൾ ഇങ്ങനെ പിരിക്കാം. ദക്ഷിണ ദീർഘമില്ലാത്ത എണ്ണം പ്ലസ് അമൂർത്തി, ദക്ഷിണാമൂർത്തി. അവിടെ നമുക്ക് അർത്ഥം ഇത്തിരി മാറും. എങ്ങനെ മാറും? ദക്ഷിണ എന്ന് പറഞ്ഞാൽ അർത്ഥം കാരുണ്യം, ചൈതന്യം എന്നൊക്കെ അർത്ഥം തന്നെയാണ്. അമൂർത്തി എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്ത എന്നർത്ഥം. രൂപമില്ലാത്ത ചൈതന്യം. നമുക്കറിയാലോ, പരമസത്യത്തിന് രൂപമില്ല, നാമമില്ല. വാക്കുകൾക്കും ബുദ്ധിക്കും മനസ്സിനും ചിന്തയ്ക്കും ഒക്കെ അതീതമായിരിക്കുന്ന ആ രൂപമില്ലാത്ത കാരുണ്യം സ്വരൂപമായിട്ടുള്ള രൂപമില്ലാത്ത ചൈതന്യം എന്ന് വരും. അപ്പോൾ ദക്ഷിണാമൂർത്തി, ദക്ഷിണ പ്ലസ് അമൂർത്തി എന്ന് നമ്മൾ ഇതിനെ വിഗ്രഹം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പദച്ഛേദം ചെയ്യുമ്പോൾ എങ്ങനെ പറയാം? കാരുണ്യം സ്വരൂപമായിട്ടുള്ള ചൈതന്യം, കാരുണ്യം സ്വരൂപമായിട്ടുള്ള ചൈതന്യം എന്ന് വരാം. ഇനി എന്താണ് കാരുണ്യം? ഗുരുക്കന്മാരുടെ കാരുണ്യം നമ്മളിലേക്ക് ചൊരിഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കുന്നതും ഈ ആത്മവിചാരം നടത്തുന്നതും എല്ലാം. കാരണം നമ്മൾ പറയുന്നത് നമ്മൾ അനുഭവിച്ചോ സാക്ഷാത്കരിച്ചോ കിട്ടിയ സത്യമാണോ? എപ്പോഴും ഓർക്കണം നമ്മൾ. അപ്പം ആ ഗുരുപാദങ്ങളിലേക്ക്, മഹാഗുരുക്കന്മാരുടെ പാദങ്ങളിലേക്ക് നമ്മൾ നമസ്കാരം ചെയ്യുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ ഓർക്കണം, അവർ തന്നിട്ടുള്ള കരുണയിലാണ് നമ്മളിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഈ ഗ്രന്ഥങ്ങൾ എങ്ങനെ ഉണ്ടാവുക? അപ്പോൾ കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ധനം കൊണ്ടേ കൊടുക്കുക, ഒരു വീട് വെച്ച് കൊടുക്കുക, കുറച്ച് ഭൗതിക വസ്തുക്കൾ കൊടുക്കുക എന്നുള്ളതല്ല കാരുണ്യം. ഏറ്റവും വലിയ കാരുണ്യം എന്താന്ന് വെച്ചാൽ മഹാഗുരുക്കന്മാർ നമ്മോട് കാണിച്ചിരിക്കുന്നതാണ് ഏറ്റവും കാരുണ്യം. കാരണം അവർക്ക് കർമ്മമേ വേണ്ട. അവരനുഭവിച്ച സത്യത്തിൻ്റെ അനുഭൂതി വാക്കുകളിലാക്കി വച്ചത് ഏറ്റവും വലിയ കൃപയാണ്. ആ കൃപയില്ലെങ്കിൽ നമ്മളിന്ന് ഈ ആത്മവിചാരത്തിനോ സാധനയ്ക്കോ നമുക്ക് സാധ്യമാകുമായിരുന്നോ? ഇല്ല. അപ്പം അതും നമ്മൾ ഓർക്കണം. ദുഃഖക്കടലിൽ പതിച്ചിരിക്കുന്ന മനുഷ്യന് ശാന്തിയെ പ്രദാനം ചെയ്യലാണ് കാരുണ്യം എന്ന് പറയുന്നത്. അപ്പം എന്താണ് മനുഷ്യൻ്റെ കാരുണ്യം? എന്താണ് ഗുരുക്കന്മാർ നമുക്ക് നൽകുന്ന കാരുണ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? എനിക്ക് സമ്പത്തില്ലാതെ വിഷമിച്ചപ്പോൾ ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സമ്പത്ത് തന്നു എന്ന് പറയണതല്ല കാരുണ്യം കേട്ടോ. ഭഗവാനെ എനിക്ക് അങ്ങയെ അറിയാൻ, അങ്ങയുടെ ആ സ്വത്വത്തിൽ നിന്ന് ഊറി വന്ന ഒരു വാക്കെങ്കിലും ഒന്ന് കേട്ടാൽ മനസ്സിലാകുവാനോ അല്ലെങ്കിൽ നാവുകൊണ്ട് ഇത് ചൊല്ലാനോ ഒക്കെയുള്ള ആ ബുദ്ധി തെളിച്ചം തന്നതാണ് ഭഗവാനെ എനിക്ക് കിട്ടിയ അങ്ങ് തന്ന ഏറ്റവും വലിയ കാരുണ്യം എന്നാണ് വിചാരിക്കേണ്ടത്. മറ്റെല്ലാ കാരുണ്യങ്ങളും നമ്മളിവിടെ ഇട്ടിട്ട് പോകാനുള്ളതാണ്. പക്ഷെ ഇത് നമ്മൾ ഇടില്ല. ജന്മാന്തരങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് സത്സംഗങ്ങളും ശ്രവണവും മനനവും നിധിധ്യാസനവും എല്ലാം. അപ്പോൾ എന്തായിരിക്കും കാരുണ്യം? ഗുരുക്കന്മാർ നമുക്ക് ആ ദുഃഖക്കടലിൽ പതിച്ചിരിക്കുന്ന മനുഷ്യന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അല്ലെ, ഗുരു പറഞ്ഞില്ല, നവികന്നി ഭവാബ്ദിക്കൊരവിവൻ തോണി നിൻപദം, അല്ലേ, ആ ദൈവത്തിൻ്റെ പാദങ്ങളിൽ സ്മരിക്കാനും ഞാൻ അതുതന്നെയാണെന്ന് ഉള്ളൊരു അനുഭവം, ആധ്യാത്മികമായ അനുഭൂതി വന്നില്ലെങ്കിലും ഭൗതികമായെങ്കിലും അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നതാണ് ഏറ്റവും വലിയ കാരുണ്യം. ആത്മജ്ഞാനം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരുണ്യം എന്നറിയണം. കാരണം നമുക്കറിയാം, ഇവിടെ എന്തെല്ലാം ഭൗതിക സുഖഭോഗങ്ങളിൽ കളിച്ച് മതിച്ച് എല്ലാം ചെയ്താലും പക്ഷെ മനുഷ്യൻ ഒരിക്കലും നിത്യമായ ശാന്തി സമാധാനം ഇല്ല. നമുക്കറിയാം, മണിമാളികകളിൽ ഉറങ്ങുന്നവർക്ക് എത്ര തണുപ്പിൽ AC കിടന്നാലും ഉറക്കം വരണില്ല. അതേസമയത്ത് ഇതൊന്നുമില്ലെങ്കിലും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും ഒക്കെ ശാന്തമായും സമാധാനമായും ഒക്കെ നമുക്ക് ഭഗവാനെ ഒന്ന് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ നിദ്രയായിട്ട് ഭഗവാൻ ഇങ്ങ് വന്നെങ്കിൽ അവരല്ലേ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പുണ്യാത്മാക്കള് ജന്മാന്തരങ്ങളായി എവിടേക്കെയോ ഇത് കേട്ടിട്ടുള്ളവരും ഇതിൻ്റെ തുടർച്ചയെന്നോണം അത് കേൾക്കാനായിട്ട് വീണ്ടും എത്തിയവരും ഇനിയുള്ള ജന്മങ്ങളിലൂടെ അത് ശുദ്ധീകരിക്കപ്പെട്ടു പോകുന്നവരുമാണ്.
ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല, പതനം ഇനിയില്ല. അതുകൊണ്ട് ഈ വഴിയിൽ എത്ര ശാരീരികമായ അസ്വസ്ഥതകൾ വന്നാലും മാനസികമായ അസ്വസ്ഥതകൾ വന്നാലും നമ്മൾ എത്തിയിരിക്കുന്ന വഴിയിൽ നിന്ന് ഒരു അണു പോലും ഇനി പുറകോട്ട് പോകരുത്. കാരണം ഭഗവാൻ നമ്മളെ കൈപിടിച്ച് നയിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വേണം, അല്ലേ? അതുകൊണ്ടാണല്ലോ ആചാര്യസ്വാമികൾ തന്നെ രചിച്ച വിവേക ചൂടാമണിയിൽ പറയുന്നത്, ലോകജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളിൽ പതിച്ചു പോയിട്ടുള്ള ഒരു ഒരു ജിജ്ഞാസു, എനിക്ക് ഈ ലോകത്തിൽ ഒന്നും സത്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ ഗുരുവിൻ്റെ പാദങ്ങളിൽ ചെന്ന് എത്തുന്നത്. എന്നിട്ടാണല്ലോ പറയുന്നത്, സ്വാമി നമസ്തേ നദലോകബന്ധുവോ, അല്ലയോ സ്വാമി അങ്ങേക്ക് നമസ്കാരം, അങ്ങ് നദലോക ബന്ധുവാണ്. തലകുനിക്കുന്ന ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ ജിജ്ഞാസുക്കളുടെ ബന്ധുവായി വർത്തിക്കുന്നവനല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. സംസാര സിന്ധോ പതിത, ഈ സംസാര സാഗരത്തിലേക്ക് ഞാൻ പതിച്ചുപോയി ഗുരു. എത്ര ജന്മങ്ങളായി ഈ ശരീരങ്ങളിൽ, വിവിധങ്ങളായ ശരീരങ്ങളിൽ കയറി ഇറങ്ങിയും ഈ ഈ ഈ ഈ കടലിൽ നിന്ന് ഒന്ന് കരകയറ്റണം. ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമുക്ക് തോന്നണ്ടേ ഒന്ന് കരകയറണം. നമ്മൾ ഒരു ശരീരമാകുന്ന കൂട്ടിൽ പെട്ടിരിക്കുകയാണെന്ന് ഏതെങ്കിലും ഒരു ജന്മത്തിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിലാണെന്ന് കരുതുക, അതിന് ഈ മഹാഗുരുവിൻ്റെ കാരുണ്യാണെന്ന് കരുതുക. അപ്പോൾ പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പറയാം, ആ മുദ്ര എന്നെ ഒന്ന് ഉണർത്തു, എൻ്റെ ആത്മീയ ചൈതന്യത്തെ ഒന്ന് ഗുരു പറഞ്ഞാൽ ഊതു നീ എന്ന് നമുക്ക് ദേവീസ്തവത്തിലൂടെ പറഞ്ഞു തന്നു. എന്നെ ഒന്ന് ഉണർത്തു. അതിനെന്ത് വേണം? ആത്മീയ കടാക്ഷ ദൃഷ്ടിയ. ഭഗവാനെ, അങ്ങയുടെ ആ കടാക്ഷങ്ങൾ എൻ്റെ നേരെ ഒന്ന് തിരിച്ചു വെക്കണേ ഗുരു. കാരുണ്യസുധാഭിവൃഷ്ടിയ, ആ കണ്ണുകൾ കൊണ്ട് നോക്കുകയും വേണം. കുഞ്ഞേ പോട്ടേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട്, നിന്റെ ദുഃഖങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യസുധ വർഷിക്കുന്ന, കരുണ അനുകമ്പ നിറഞ്ഞൊഴുകുന്ന ആ കണ്ണുകൾ കൊണ്ട് എന്നെ ഒന്ന് കടാക്ഷിക്കണേ ഗുരു. ഇതാണ് നമുക്ക് ഗുരുവിൻ്റെ മുമ്പിൽ കാരുണ്യപൂർവ്വം ചോദിക്കാനുള്ളത്. മറ്റൊന്നും ചോദിക്കരുത് ഗുരുവിനോട്. ആ കാരുണ്യം എന്നിലേക്കൊന്ന് ഒന്ന് വർഷിക്കണേ ഭഗവാനെ എന്നല്ലേ. കഴലിണ കാത്തുകിടന്നു വിളിക്കുമെന്നഴലവിടെന്നറിയാതെയിരിക്കയോ, പിഴ പലതുണ്ടിവനെന്നു നിനയ്ക്കയോ, കുഴിയിലിരുന്നു കരേറുവതെന്നു ഞാൻ. ഒക്കെ ഗുരു നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ കാരുണ്യം ചൊരിഞ്ഞ ആ പരമഗുരുവായ പരമജ്ഞാനത്തെ ഗുരുപരമ്പരയിലേക്ക് പകർന്നു കൊടുത്ത ആദിഗുരുവായ ദക്ഷിണാമൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ധ്യാന ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. സനക സനന്ദ സനത്കുമാരർ മുൻപാ മുനിജനമോടുപദേശമോതി മുന്നം കനിവൊടു തെക്കുമുഖം തിരിഞ്ഞു കല്ലാൽ തണലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക. ശിവശതകത്തിലെ 4-ാം ശ്ലോകത്തിലെ മംഗള ധ്യാന ശ്ലോകമായി ഗുരു നമുക്ക് തന്നതാണ് ആ വരികൾ. അപ്പോൾ നമുക്ക് ധ്യാന ശ്ലോകം 1-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും ഇത് പഠിച്ചിരിക്കണം. അടുത്ത ക്ലാസ്സിൽ, ഈ ക്ലാസ്സിൻ്റെ അന്ന് ഇത് നിങ്ങൾ ചൊല്ലുകയും വേണം. ഒരു ശ്ലോകമെങ്കിലും ചൊല്ലുകയും വേണം കേട്ടോ. ഇന്ന് ഇതിൻ്റെ ഈ ആധ്യാത്മിക സാധന ഇന്നിവിടെ ആരംഭിക്കുക നമ്മൾ. അപ്പോൾ 1-ാമത്തെ ധ്യാന ശ്ലോകം നിങ്ങൾ ഒരുപക്ഷെ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ഒന്നും കൂടെ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് എങ്ങനെയാ തുടങ്ങുക? മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ. ഒന്നുകൂടെ നോക്കാട്ടോ, ശ്രദ്ധിക്കുക. അതിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് നെറ്റിലൊക്കെ ധ്യാന ശ്ലോകം അടിച്ചു കൊടുത്താൽ കിട്ടും. അതെടുത്തു വെച്ച് എന്നും നമ്മൾ ചൊല്ലണം. നമുക്ക് അറിവ് നമ്മളിലേക്ക് തെളിഞ്ഞ് വരും. ഗുരു ശിവശതകം തുടങ്ങുമ്പോഴുപോലെയും ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്, അല്ലേ? അപ്പൊ ഗുരു കാട്ടിത്തന്ന വഴി തന്നെയാണ് നമുക്കിത്. നോക്കൂ, മൗനവ്യാഖ്യ, ഓരോ വാക്കും ഒന്ന് പതുക്കെ പറയാം. മൗനവ്യാഖ്യ
പ്രകടിത പരബ്രഹ്മതത്വം യുവാനം. ചേർത്ത് പറയുമ്പോൾ മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാന്തേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈः ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദരൂപം. ചൊല്ലുമ്പോൾ തന്നെ നമ്മളിൽ ഒരു ആനന്ദം നിറയുന്നുണ്ടല്ലേ. ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഢേ. ഈ ധ്യാന ശ്ലോകങ്ങൾ എന്തിനാ വിചാരം ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ നിന്ന് എടുത്ത കഷണങ്ങളാണ്. കാരണം കൃതി ഇത്തിരി ഗഹനമാണ്, ആഴമാണ്. വേദാന്ത ചിന്തയുടെ ഒരു പാരമ്യത്തിലെത്തിക്കുന്ന കൃതിയാണ് നമ്മളെ. ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ലെവലിൽ വരും. പിന്നെ നമുക്ക് ഗുരുവിൻ്റെ കൃതിയൊക്കെ നമുക്ക് വിചാരം ചെയ്യാനൊക്കെ ഒന്നും കൂടെയൊക്കെ ഒരു വഴിയാവും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അതിൽ നിന്ന് എടുത്ത ശകലങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നമുക്കൊരു ഒരു ആമുഖം എന്നോണം പറയുന്നതാണ് ഇത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ ആദ്യം പറയുന്നതാണ് അഹം ഈഢേ ദക്ഷിണാമൂർത്തിമീഢേ. ദക്ഷിണാമൂർത്തിം ഈഢേ. ഈഢേ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ ആരാധിക്കുന്നു, അല്ലെങ്കിൽ വന്ദിക്കുന്നു എന്നുള്ള അർത്ഥമുണ്ട്. ഞാനാണ് വന്ദിക്കുന്നത് ഇവിടെ, ഞാനെന്ന ആ ശിഷ്യൻ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഗുരുവും ശിഷ്യനും ഒന്നായി മാറുന്നുണ്ട് ഇവിടെ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ആദ്യത്തെ മന്ത്രം തന്നെ ഒന്നാക്കിക്കൊണ്ടാണ് പറയണത്. ഒരിക്കലും ഗുരുവിൽ നിന്ന് ഭിന്നനല്ല ശിഷ്യൻ. അധ്യാത്മ ചൈതന്യത്തിൻ്റെ ആനുഭൂതികതയിൽ ഇരിക്കുന്ന ഒരു ഗുരുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ രണ്ടായിട്ട് കാണില്ല. ഗുരു തന്നെയാണ് ശിഷ്യൻ. ആ ഭാവത്തിലാണ് ഗുരുക്കന്മാരുടെ കാഴ്ച. അപ്പോൾ ഇവിടെ പറയുക അഹം ഈഢേ. ഈഢേ, ഞാൻ സ്തുതിക്കുന്നു. ആരെ സ്തുതിക്കുന്നു? ദക്ഷിണാമൂർത്തിം ഈഢേ. ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്നു. അത്രയും കിട്ടിയെന്ന് തോന്നുന്നു. ഈഢേ സ്തുതിക്കുന്നു അല്ലേ? ആരെ? ദക്ഷിണാമൂർത്തിയെ. ദക്ഷിണാമൂർത്തി ആരാന്ന് നമ്മൾ പറഞ്ഞു. ജ്ഞാനത്തിൻ്റെ ആദിമഭാവം, ശിവന്റെ ആ ജ്ഞാനം പകരുന്ന ഗുരുസ്വരൂപത്തിലുള്ള ഭാവം, സന്യാസഭാവം, ഏറ്റവും ആഴത്തിലുള്ള ആ ഒരു യോഗീഭാവം. അതിനെക്കുറിച്ചൊക്കെ ഇനി നമ്മൾ ആദ്യത്തെ ശ്ലോകം തുടങ്ങുമ്പോഴൊക്കെ ഒന്നും കൂടിയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറയണം, ഞാൻ ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്നു. അത്രയും കിട്ടിയെന്ന് തോന്നുന്നു. ഇനി ബാക്കിയുള്ളതെല്ലാം ആ ദക്ഷിണാമൂർത്തിയുടെ വ്യാഖ്യാനങ്ങളാണ്, വിശദീകരണങ്ങളാണ്. ഇനി എങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയെയാണ്? മൗനവ്യാഖ്യ. അത് ഇപ്പം നമ്മൾ പറയണ പോലെ ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഉറക്കെ പ്രസംഗിക്കുകയല്ല. എങ്ങനെയാ? മൗനമായ ഭാഷയിലൂടെ, മൗനവ്യാഖ്യ. മൗനമായ വ്യാഖ്യാനത്തിലൂടെയാണ് തത്വത്തെ ഒഴുക്കി കൊടുക്കുന്നത്. ഗുരു ആ മൊഴി വേണ്ട, മിഴി മാത്രം മതി ശിഷ്യന്. അതല്ലേ നമ്മൾ പറഞ്ഞില്ലേ, മാമുദ്ധര ആത്മീയ കടാക്ഷ ദൃഷ്ടിയ. ആ ഒരു നോട്ടം മതി, അല്ലെങ്കിൽ പരസ്പരം മൗനമായി ഇരുന്നാൽ മതി. നല്ല സംവാദം അവിടെ നടക്കുന്നുണ്ട്. എത്രയൊക്കെ പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടും നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ടീച്ചർ അവിടെ പിന്നെ സംശയമുണ്ടല്ലോ എന്ന് പറയും. കാരണം എന്താ? നമ്മളിത് ആത്മാവിലേക്കല്ല ഒഴുക്കുന്നത്, നമ്മൾ മനസ്സിനും ബുദ്ധിയിലേക്കൊക്കെയാണ് ഒഴുക്കുന്നത്. ബുദ്ധിയും മനസ്സൊക്കെ ശരീരഭേദവും ഒക്കെ അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരും. പക്ഷെ ആത്മാവിന് ഏറ്റക്കുറച്ചിലില്ല. അങ്ങടേക്ക് ഒഴുക്കിയാൽ ഒരിക്കലും ആ അമൃതം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പോൾ മൗനവ്യാഖ്യ, മൗനമാകുന്ന വ്യാഖ്യാനത്തിലൂടെ ആത്മതത്വം പകർന്നു കൊടുക്കുന്നു. മൗനമാണ് മീഡിയം. അപ്പോൾ ഇവിടെ അത് എങ്ങനെയാണ് നമ്മൾ ഓർക്കണേ? എനിക്കിപ്പോൾ ഇത് മനസ്സിലാവുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഇരുന്ന് ഉറക്കെ ടീച്ചർ അവിടെ ഇരുന്ന് പ്രസംഗിക്കണേ എന്നൊക്കെ തോന്നിയാൽ നമ്മൾ ഉത്തമ അധികാരികളായിട്ടില്ല. നമ്മൾ അധമമന്ദ അധികാരികളാണ്. അപ്പോൾ നമുക്കൊക്കെ ക്ലാസ്സും പഠനവും ഒക്കെ വേണം കേട്ടോ. അത്രയും ജന്മാന്തരങ്ങളായി എന്താ പറയുക, ഈ ആധ്യാത്മികതയിലേക്ക് സഞ്ചരിച്ച്
ഒരുപക്ഷെ ശരീരം കൊണ്ട് ആ എത്താപ്പെടാതെ ഇപ്പം നമ്മളൊക്കെ കുറേ സഞ്ചരിച്ച് കഴിഞ്ഞ് നമ്മുടെ ശരീരം ക്ഷയിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവും. പിന്നെ വന്നത് അടുത്ത അതിൻ്റെ ബാക്കി കേൾക്കാനാണ്. മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ജന്മാന്തരങ്ങളായി ശുദ്ധീകരിച്ച് വന്നവർക്ക് ശരീരം മറഞ്ഞു പോയാൽ പിന്നെ ഒരു ശരീരത്തിൽ വന്നത് ഇത് കേൾക്കാനാണ്. അപ്പം എത്ര സുഹൃതികളാ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയ ആളുകളൊന്നും അല്ല കേട്ടോ ഇരിക്കണത്. നമ്മൾ നമ്മുടെ മഹത്വം അറിയണം. അപ്പോൾ നമ്മളെ പോലെയുള്ളവർ പഠിക്കുന്നത് വാക്കുകളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയൊക്കെയാണ്. പക്ഷേ പണ്ട് ആദ്യ ഗുരു പഠിപ്പിച്ചിരുന്നത് മൗനമായ ഭാഷയിലാണ്, അല്ലേ? അപ്പോൾ പിന്നെ എന്തിനാ ഇങ്ങനെ പ്രസംഗിക്കണത് എന്ന് ചോദിച്ചാൽ നമ്മളെ പോലെയുള്ള പ്രാകൃത ഭക്തിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം നമുക്കൊരു വിഗ്രഹം വേണം, ഒരു രൂപം വേണം. രൂപത്തിനും വിഗ്രഹത്തിനും അപ്പുറമായ ഈശ്വരനെ അറിയാനും അനുഭവിക്കാനും ഉള്ളത്ര ആത്മീയ പക്വതയിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ളവർക്ക് ക്ലാസ്സുകൾ നിരന്തരം തന്നുകൊണ്ടിരിക്കുക ഇസ്മായിൽ. പല വിഭാഗങ്ങളിൽ പല സെക്ഷനുകൾ തിരിച്ചുകൊണ്ട് ഇങ്ങനെ ക്ലാസ്സുകൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഗുരുവിൻ്റെ കൃപയാണിത് ഇവിടെ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള പ്രാകൃതന്മാരെ ഉയർത്താനാണ് പ്രാർത്ഥനകളും ഈ ക്ലാസ്സുകളൊക്കെ എന്ന് ആദ്യം അറിയണം. ഇപ്പോൾ നാളെ മുതൽ ഇനി ഗുരുവിൻ്റെ മുമ്പിൽ പോയി മൗനമായിട്ടിരുന്നാൽ പോരെ, എന്തിനാ ഇങ്ങനെ സ്മൈലിൽ വെളുപ്പിന് എഴുന്നേറ്റ് ക്ലാസ് കേൾക്കണേ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്ക് പഠനം ആവശ്യം തന്നെയാണ്. ഇനി നമ്മളെപ്പോലെയുള്ള പ്രാകൃതരെ എങ്ങോട്ടേക്കാ ഉയർത്തേണ്ടത്? ഈശ്വര തത്വത്തിലേക്ക്, ശരിയായ ഈശ്വര തത്വത്തിലേക്ക് നമ്മളെ ഉയർത്തണം. അപ്പോൾ അതുകൊണ്ട് ഓർക്കണം, ഒരു ഗുരു നമുക്ക് ആവശ്യമാണ്. ഗുരു തന്നതിനെ വിചാരം ചെയ്യണം, ശ്രവണം ചെയ്യണം, മനനം ചെയ്യണം, നിധിധ്യാസനം ചെയ്യണം. നമുക്ക് ആവശ്യമാണ് അതൊക്കെ. അല്ലെങ്കിൽ നമ്മൾ രമണ മഹർഷിയൊക്കെ ആകണമായിരുന്നു. അരുണാചലം എന്നൊരു വാക്ക് വീട്ടിൽ വന്നൊരു സന്ദർശകൻ അത്രയും നാളൊരു സാധാരണ കുട്ടിയെ പോലെ ഓടി നടന്ന് ക്രിക്കറ്റ് കളിച്ചു, ഇംഗ്ലീഷ് പഠിക്കാൻ പോയി, ഒക്കെ പഠനവും പുസ്തകവുമായി മല്ലിട്ട് മടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് വീട്ടിൽ വന്ന അതിഥി പറയണ ഒറ്റ വാക്കേ പറഞ്ഞോളൂ, എവിടെ പോയിട്ട് വരുന്നു? അരുണാചലത്തിൽ പോയിട്ട് വരുന്നു. തിരുവണ്ണാമല അല്ലേ, അരുണാചലത്തിൽ പോയിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ്, അരുണാചലം എന്ന വാക്ക് കേട്ടതോടുകൂടിയാണ് ആ പൂർവജന്മ സ്മരണയും വാസനയും എല്ലാം അങ്ങോട്ട് ഒഴുകി വരികയാണ്. ഈ യാത്രയാണ് പിന്നെ കണ്ടോ, ഒറ്റ വാക്കിലാ നമ്മളിലും പ്രകാശിക്കും ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഈ വാസന. ഉറപ്പ്. ഇത്ര ഭാഗ്യവാന്മാരാ പോലെ ഇത് സന്തോഷം നമുക്ക് കിട്ടുന്നത്. എത്രയൊക്കെ ദുഃഖങ്ങൾ ശരീരത്തിന് ഉണ്ടായിക്കൊള്ളട്ടെ, എത്രയൊക്കെ വേദനകൾ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മക്കളോ ഭർത്താവോ ബന്ധുക്കളോ ഒക്കെ തന്നുകൊള്ളട്ടെ, എങ്കിലും ഭഗവാനെ അങ്ങ് കരുണയോടെ അങ്ങയെ കേൾക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. എൻ്റെ ചെവിക്ക് ആ ശ്രവണം കിട്ടുന്നുണ്ട്, എൻ്റെ ബുദ്ധിക്ക് കുറച്ചെങ്കിലും അത് പിടിക്കാൻ പറ്റുന്നുണ്ട്. ഇത് പുണ്യമാണ് ഒന്നും വിചാരിക്കണ്ട. അപ്പൊ നേരെ ചെന്ന് അരുണാചലത്തിൽ എത്തിയിട്ട് അപ്പാ ഞാൻ വന്നേൻ എന്നും പറഞ്ഞ ചെല്ലണ. ഇനി എല്ലാം എടുത്ത് പൂണൂല് വരെ എല്ലാം എടുത്ത് പൊട്ടിച്ച് കളയാണ്. ഇനി ഉന്നിഷ്ടം എന്നിഷ്ടം, നിന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. അതുപോലെ പറയാൻ നമുക്കാകണം. എല്ലാ പാടുകളിൽ നിന്നും മനസ്സുകൊണ്ട് മോചിതരാകാൻ ഓരോ നിമിഷവും നമ്മൾ ശ്രമിക്കണം. അതിൽ നിന്നും ഭൗതികമായി ഒരിക്കലും വിട്ടു നിൽക്കരുത്. പക്ഷേ ഇതം നമമ ഇതെൻ്റേതല്ല എന്ന ചിന്ത എപ്പോഴും നമുക്ക് വേണം. ആ ചിന്തയാണ് നമ്മളെ ഈ ലോകത്ത് ജീവിക്കാൻ പ്രാപ്തമാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ വിഷമിച്ചു പോകും ഈ ലോകത്ത്. അപ്പോൾ ഇവിടെ പറയുന്നത് പഠനവും പഠിപ്പിക്കലൊക്കെ നമുക്കൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ മൗനഭാഷയിൽ എത്തുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഈ ഉപനിഷത്ത് പറയുന്ന പോലെ യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്ന് പറയും. യഥോ വാചോ നിവർത്തന്തേ, ആ തലത്തിൽ എത്തിയവരാ ആദ്യ ഗുരുവിൻ്റെ മുമ്പിൽ ഇരിക്കണത്. നമ്മൾ അങ്ങനെയുള്ളവരല്ല. അതുകൊണ്ടാണ് യഥോ വാചോ നിവർത്തന്തേ, എപ്പോഴാണ് വാക്കുകൾ പോലും പിന്തിരിയുന്നു. ഗുരു പറയാറില്ലേ, ഗുരു നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാനാവാത്ത ആ സത്യത്തെ ആ സ്വാനുഭൂതിയിലെ കൃതികളിലൂടെ നിറച്ചു വെക്കുമ്പോൾ ശ്രീനാരായണ മഹർഷി പറയും, എന്തു പറയും? വാഴ്ത്തുവാനുമരുതേ. എന്നിട്ടും ഭഗവാൻ കൃപ കൊണ്ട് നമുക്ക് വാഴ്ത്തി തന്നു. അപ്പം അതുപോലെ വാക്കുകൾ മനസ്സിനോടൊപ്പം പിന്തിരിയുന്നു ആ സത്യത്തിലേക്ക് അടുക്കുമ്പോൾ. യഥോ വാചോ നിവർത്തന്തേ, വാക്ക് നിവർത്തിക്കുന്നു. അപ്രാപ്യ
വാക്കിനൊന്നും അവിടെ സ്ഥാനമില്ല. വാക്കിനെയും ബുദ്ധിയെയും മനസ്സിനെയും കടന്ന തലമാണ് അനുഭൂതി തലം. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത്, അതാണ് ഈ മൗനതലം. മൗനവ്യാഖ്യ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാ. വാക്കുകളും മനസ്സും ഒന്നും ആ സത്യത്തിലേക്ക് എത്തുന്നതിന് നമുക്ക് ഇതിനെയൊക്കെ കടക്കണം എന്നർത്ഥം. ഇതിനെയൊക്കെ കടന്ന പടിയാണ്, വാക്കിനും മനസ്സിനും അതീതമായ പടിയാണ്. അതാണ് മൗനമായ ഭാഷയിലൂടെ വ്യാഖ്യാനം ചെയ്യുന്നു എന്ന് പറയുന്ന വലിയ തത്വമാണ് കേട്ടോ, ചെറിയ തത്വമല്ല. അപ്പൊ ശ്രുതി പറയാണ്, വാക്കുകൾക്കും ചിന്തകൾക്കും പിടികിട്ടാത്ത, വർണ്ണിക്കാനാവാത്ത പരമസത്യം ആണിത്. അതുകൊണ്ടാണ് മൗനവ്യാഖ്യ എന്ന് പറഞ്ഞത്. ആശാൻ തന്നെ പറഞ്ഞില്ലേ, ഇന്ന് ഭാഷ പൂർണ്ണം. ഭാഷ അപൂർണമാണ്. ഒരു മീഡിയമായിട്ട് ഭാഷ വയ്ക്കാൻ മാത്രം. തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ, ഒന്നുമേ നരനുപായമീശ്വരൻ. പരൻ്റെ ഉള്ളുണ്ടല്ലോ, എടുത്തൊന്ന് നമ്മൾ ചിലപ്പോൾ പറയാറില്ല, ഞാൻ പറയണ അങ്ങോട്ട് മനസ്സിലായണില്ല, എന്തോ ഞാൻ എൻ്റെ വികാരങ്ങൾ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഉൾക്കൊള്ളുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ. പലപ്പോഴും നമ്മുടെ ഭാവത്തെ ഉൾക്കൊള്ളാൻ വാക്കുകൾക്ക് പറ്റാറില്ല. വാക്കുകൾക്കും അതീതമാണ് ആ ഭാവം. അതുകൊണ്ട് ആശാൻ പറഞ്ഞത്, തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ, ഒന്നുമേ നരനുപായമീശ്വരൻ. വാക്കുകൾ ചില സമയത്ത് പര്യാപ്തമല്ലാതെ വരും. അപ്പോൾ ഇവിടെ ദക്ഷിണാമൂർത്തി ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുന്നത് മൗനവ്യാഖ്യ, മൗനമായ ആ ഒരു വ്യാഖ്യാനത്തിലൂടെയാണ്, മൗനമായ ഭാഷയിലൂടെയാണ് ഉപദേശിക്കുന്നത്. ഇനി എന്താണ് ഉപദേശിക്കുന്നത് നോക്കൂ. പ്രകടിത പരബ്രഹ്മതത്വം. അപ്പോ പരമമായ ബ്രഹ്മതത്വമാണ്, ആ പരമസത്യത്തെയാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ടാണ് ആ സത്യത്തിലേക്ക് വാക്ക് പറ്റാത്തത്. മൗനഭാഷയിൽ ഗുരു നിർവൃതി പഞ്ചകമൊക്കെ രചിക്കുമ്പോൾ ആവർത്തിച്ച് പറയുന്നില്ലേ, കോ നാമദേശ കാ ജാതി പ്രവൃത്തി കാ കിയദ്വയ ഇത്യാദി വാത ഉപരതി. ഈ ചോദ്യ ഉത്തരവൊക്കെ എവിടെ നിൽക്കുന്നോ, തസ്യ നിർവൃതി, അവനാണ് നിർവൃതി. ഒരു നിർവൃതിദായകന്റെ അടുത്ത് ചെന്നപ്പോൾ, അനുഭൂതി സ്വരൂപന്റെ അടുത്ത് നിന്നപ്പോൾ അറിയാതെ അവിടെ നിന്ന് കുറിച്ചിട്ട് തന്ന വാക്കുകളാണ് നമുക്കിത്. അപ്പോൾ മൗനമായ ഭാഷയിലൂടെ പ്രകടിത പരബ്രഹ്മ തത്വം, 2 വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അഹം ദക്ഷിണാമൂർത്തിം ഈടേ, ഞാൻ ദക്ഷിണാമൂർത്തി. അഹം എന്നുള്ളത് നമ്മൾ അതിനകത്തുനിന്ന് അന്വയിച്ചെടുക്കേണ്ട വാക്കാണ്. ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്നു. എങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയാ? മൗനവ്യാഖ്യ, മൗനമായ ഭാഷയിലൂടെ ആത്മതത്വത്തെ പ്രദാനം ചെയ്യുന്ന, പ്രസരിപ്പിക്കുന്ന പ്രകടിത പരബ്രഹ്മതത്വം, ആ പരബ്രഹ്മതത്വത്തെ പ്രകടിപ്പിക്കുന്ന. പിന്നെ പറയാണ് യുവാനം, യുവാവായിരിക്കുന്നു. നമ്മുടെ ഗുരു എപ്പോഴും നിത്യനൂതനനാണ്, യുവാവാണ്. ആ യുവത്വം കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ആത്മീയതയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്നും ഫ്രഷാണ് അവൻ. ശരീരത്തിൻ്റെ വയസ്സോ മുടി നിരപ്പോ ശരീരം ചുക്കിച്ചുളിയലോ ഒന്നും അല്ല പ്രായം. എപ്പോഴും നിത്യനൂതനനായ വസ്തു, ആ സത്യവസ്തു, നാശമില്ലാത്ത, പ്രായമാകാത്ത, ചലിക്കാത്ത, അവ്യയനായ ആ വസ്തു ഇരിക്കുമ്പോൾ നമ്മൾ എന്നും യുവാക്കളായിരിക്കും, യുവതികളുമായിരിക്കും. അപ്പോൾ ഇവിടെ ഗുരു യുവാനം, നിത്യനൂതനനാണ്, യുവാവായിരിക്കുന്നവനും. മൗനമായ ഭാഷയിലൂടെ ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്നവനും യുവാവും. ഒരു വരി കഴിഞ്ഞു കേട്ടോ. മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം. അടുത്തത് വർഷിഷ്ടാന്തേ വസൻ. വർഷിഷ്ഠ, വൃദ്ധര്, ജ്ഞാനവൃദ്ധരെന്ന് വേണം കൊടുക്കാൻ കേട്ടോ. ജ്ഞാനവൃദ്ധർ, അത് ശിഷ്യന്മാരെ ഒന്ന് വിശേഷിപ്പിക്കുകയാണ്. വർഷിഷ്ഠ, ജ്ഞാനവൃദ്ധര്, അതായത് വേദശാസ്ത്ര പാരംഗതര്. ഇവിടെ ഗുരു പറഞ്ഞില്ലേ, സനക സനന്ദ സനത് കുമാരർ മുൻപാം മുനിജനമോടുപദേശമോദി മുന്നം എന്ന് പറഞ്ഞില്ലേ. സനക സനന്ദ സനാതനൻ സനത് സുജാതീയൻ. ഗുരു സനത് കുമാരൻ എന്നാണ് നമുക്ക് പറഞ്ഞു തന്നേക്കണേ. സനകൻ, സനന്ദൻ, സനാതനൻ, സനത് കുമാരൻ. ഇവര് ഗുരുക്കന്മാരെന്ന് ആദ്യ ശിഷ്യന്മാരാ, മനസ്സിലാക്കിക്കൊള്ളണം. ആദ്യത്തെ ശിഷ്യന്മാരും മുനിമാരും, ആദ്യത്തെ മുനിമാരാരാന്ന് ചോദിച്ചാൽ സനകൻ, സനന്ദൻ, സനാതനൻ,
സനാതനൻ, സനത് കുമാരൻ എന്നും കുമാരന്മാരാണ് അവര് ലൗകിക ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് കെട്ടുപാടുകളിലേക്കോ പെടാത്ത എന്നും കുമാരന്മാരാണ്. പക്ഷെ ഇവരെ എന്തുകൊണ്ടാണ് വൃദ്ധർ എന്ന് പറഞ്ഞ്? ഇവരെല്ലാ യുഗത്തിലും ഉണ്ട്. കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ ജ്ഞാനവൃദ്ധർ. ഇവർക്കെല്ലാം അറിയാം, ഇവർക്കിനി അറിയാത്തതായി ഒന്നുമില്ല. പക്ഷെ എന്നാലും അവരൊരു ഗുരുവിൻ്റെ മുന്നിലേക്ക് വന്ന് ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ടാണ് ഗുരു ഉപദേശിക്കുന്നത്. ഞാൻ പറഞ്ഞ ആരോടാണ് പറയണത്? അവിടെ മൗനം മതി എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ആദ്യത്തെ ഗുരു ദക്ഷിണാമൂർത്തിയാണ്. ആദ്യത്തെ ശിഷ്യന്മാര് സനക, സനന്ദ, സനാതന, സനത് കുമാരൻ, സനത് സുജാതി എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി എഴുതണമെങ്കിൽ നെറ്റിലേക്കൊക്കെ ഒന്ന് വെറുതെ അടിച്ചു കൊടുത്താൽ ഇതൊക്കെ നമുക്ക് കിട്ടും. എന്നിട്ട് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയണത്. അതൊക്കെ ഒന്ന് കുറിച്ച് വെക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ വർഷിഷ്ഠ, അവർ ജ്ഞാനവൃദ്ധന്മാരാണ് എന്ന് വെച്ചാൽ അർത്ഥം സകല ശാസ്ത്രങ്ങളിലും പാരംഗതരാണ് അവർ. നമുക്കിപ്പോൾ ഒരു വാക്ക് വായിക്കണമെങ്കിൽ തന്നെ എത്ര ബുദ്ധിമുട്ടണം. അപ്പം നമ്മൾ പറയാതെ ഞാനിവിടെ വന്ന് ഇങ്ങനെ മിണ്ടാതിരുന്ന നമുക്ക് വല്ലതും മനസ്സിലാവുമോ? ദക്ഷിണാമൂർത്തി സ്തോത്രം നമുക്ക് പഠിക്കണം അല്ലേ. അപ്പോൾ ജ്ഞാനവൃദ്ധരും വേദശാസ്ത്ര പാരംഗതരും കേട്ടോ, വർഷിഷ്ഠ. പിന്നെ നമുക്ക് അന്തേ വസൻ എടുക്കണം. വർഷിഷ്ഠാന്തേ വസദ് ഋഷിഗണേ, അതൊന്ന് പിരിച്ചു നോക്കിക്കേ. വർഷിഷ്ഠ അന്തേ വസദ്. അന്തേ വസദ് എന്ന് പറഞ്ഞാൽ അന്തേവാസികളായിട്ട് ഗുരുകുലത്തിൽ ഗുരുവിന്റെ തൊട്ടടുത്ത് വർത്തിച്ചുകൊണ്ട്. അന്തേ വസദ് ഋഷിഗണൈഹി ആവൃതം. വർഷിഷ്ഠ അന്തേ വസദ്. അന്തേ വസദ് എന്ന് പറഞ്ഞാൽ അന്തേവാസികളും അടുത്തിരിക്കുന്നവരും ഗുരുവിന്റെ നികടത്തിൽ എപ്പോഴും ഇരിക്കുന്നവരും. ഋഷിഗണൈഹി ആവൃതം, അങ്ങനെയാണ് പദച്ഛേദം. അത് ചേർത്ത് തന്നെ പറഞ്ഞോട്ടാ. വർഷിഷ്ഠാന്തേ അതാ വൃത്താനുസാരിയായി എഴുതിയത് കൊണ്ടാണ് അതങ്ങനെ ഇത്തിരി അകത്തി വന്നത്. വർഷിഷ്ഠാന്തേ വസദൃഷിഗണൈരാവൃതം. അന്തേ വസത് എന്ന് വെച്ചാൽ വൃദ്ധന്മാരും അന്തേവാസികളുമായ, അന്തേ വസത് അന്തേവാസികളും ആയ, പിന്നെന്താ ഋഷിഗണൈരാവൃതം. അപ്പോൾ ജ്ഞാനവൃദ്ധന്മാരും അന്തേവാസികളുമായ ഋഷി സമൂഹത്താൽ ആവൃത ചുറ്റപ്പെട്ടവനും. നോക്കൂ, മൗനമായ ഭാഷയിലൂടെ ആത്മതത്വം ഉപദേശിക്കുന്നവനും യുവാവും, പിന്നെന്താ വർഷിഷ്ഠ ജ്ഞാനവൃദ്ധന്മാരും അന്തേവസത് അന്തേവാസികളും ഋഷിഗണൈരാവൃതം ഋഷി സമൂഹത്താൽ ആവൃതം ചുറ്റപ്പെട്ടവരും. ഇപ്പം എന്തൊക്കെ ഓരോന്നോരോന്ന് ഓർത്തോണം. ചുറ്റപ്പെട്ടവരും. പിന്നെ പറയാണ് അവിടെ അന്തേവസത് ബ്രഹ്മനിഷ്ഠൈഹി ഋഷിഗണൈഹി ആവൃതം. അതങ്ങനെ എടുത്തു. അന്തേവാസികളും ബ്രഹ്മനിഷ്ഠൈഹി ഋഷിഗണൈഹി ആവൃതം. ബ്രഹ്മത്തിൽ ഉറപ്പുള്ള, നമുക്കൊന്നും ഒരു ഉറപ്പില്ല ബ്രഹ്മം എന്താന്ന് പോലും നമുക്ക് വാക്കുകൊണ്ട് ആ വാക്ക് പറയാന്നേ ഉള്ളൂ. ഇത് ബ്രഹ്മത്തിൽ നിന്ന് ഒരടി പോലും ചലിക്കാത്ത സ്ഥിതപ്രജ്ഞന്മാരായിരിക്കുന്ന ബ്രഹ്മനിഷ്ഠന്മാരായിരിക്കുന്നവരും ആയിരിക്കുന്ന ഋഷിഗണങ്ങളാൽ ആവൃതമായിരിക്കുന്നവനും ചുറ്റപ്പെട്ടവനും. എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ അവരുടെ മുമ്പിൽ ഇങ്ങനെ ആദിഗുരു ജ്ഞാനത്തിൻ്റെ നിറകുടമായിട്ടിരിക്കുന്നു, ജ്ഞാനത്തിൻ്റെ നിറകുടമായിട്ട് ശിഷ്യനിരിക്കുന്നു. ആനന്ദം അവിടെ ഇങ്ങനെ പ്രസരിക്കുകയാണ്. അല്ലാത്തൊരു അനുഭവമാണ് ധ്യാന ശ്ലോകത്തിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഋഷിഗണൈരാവൃതം എന്നിട്ട് പറയണം ആചാര്യേന്ദ്രം. ആചാര്യേന്ദ്രം ആചാര്യന്മാരുടെയും ആചാര്യനെയാണ്. ഇന്ദ്രൻ എന്ന് പറഞ്ഞ രാജാവ് എന്നാ പറയുക അല്ലേ. ദേവാനാം ഇന്ദ്ര ദേവേന്ദ്ര, നാഗാനാം ഇന്ദ്ര നാഗേന്ദ്ര. അതുപോലെ ആചാര്യാണാം ഇന്ദ്ര, ആചാര്യന്മാരുടെ ആചാര്യൻ, പരമാചാര്യൻ, പരമാചാര്യനുമായ ആചാര്യേന്ദ്രം, ആചാര്യന്മാരുടെ ആചാര്യനും എടുത്തോളണം. അവിടെ ആചാര്യൻ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയും? അജിനോദിച്ച ശാസ്ത്രാർത്ഥാൻ ആചാരേ സ്ഥാപയത്യപി. വെറുതെ ഒരാളെ ആചാര്യം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് അല്ലേ. നമ്മളെയൊക്കെ വെറുതെ ആചാര്യ എന്നൊക്കെ വിളിക്കുമ്പോൾ അവിടെ ഇത്ര പദവികൾ, ഇത്ര ക്വാളിറ്റീസ് അവിടെ വേണം എന്ന് ഓർക്കണം. വെറുതെ ഫോർമലായിട്ടൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴും അതിൻ്റെ അത്രയും ആഴത്തിലുള്ള അർത്ഥമുള്ള പദമാണത്. അജിനോദിച്ച ശാസ്ത്രാർത്ഥാൻ,
ശാസ്ത്രാർത്ഥങ്ങളെ സ്വയം സമ്പാദിക്കുകയും അറിയുകയും, പിന്നെന്താ, അത് മാത്രമാണ് ആചാരേ സ്ഥാപയത്യപി, അത് ആചാരമാക്കി കൊണ്ടുവരികയും സ്ഥാപിക്കുകയും, സ്വയം ശാസ്ത്രാർത്ഥങ്ങളെ സമ്പാദിച്ച് അത് ആചാരത്തിലൂടെ കൊണ്ടുവന്ന് സ്വയം ആചര്യതേ, അത് സ്വയം ആചരിച്ചിട്ടാണ് ആചാരത്തെ കൊണ്ടുവന്നിട്ട് പറയണത്. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു തന്നതെല്ലാം അങ്ങനെ തന്നെ ആചരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അപ്പം നമ്മളൊക്കെ ആചാര്യന്മാരാണോ? അല്ല. ശരിയായ ആചാര്യൻ എങ്ങനെയെന്ന് വെച്ചാൽ ശാസ്ത്രാർത്ഥങ്ങളെ സ്വയം സമ്പാദിക്കുകയും പിന്നെന്താ, അത് ആചാരമായി, ആചാരേ സ്ഥാപയത്യപി, അത് ആചാരമായി കൊണ്ടുവന്ന് സ്വയം ആചര്യതേ, സ്വയം അതനുസരിച്ച് ജീവിക്കുകയും സ്വയം അതായി മാറുകയും ചെയ്യുന്നവനെയാണ് ആചാര്യനെന്ന് പറയുന്നത്. അത് വിട്ട് കളഞ്ഞിട്ട് വെറുതെ ഒരു നിർവചനം പറഞ്ഞതേ ഉള്ളൂ. സ ആചാര്യ. അപ്പോൾ ആചാര്യേന്ദ്രം, ആചാര്യന്മാരുടെയും ആചാര്യനും കരകലിത ചിന്മുദ്രമാനന്ദരൂപം. കരം, ഇനി എങ്ങനെയാ ഗുരുവിന്റെ ഇരിപ്പ്? കരകലിതം, കൈ ചേർത്ത് വെച്ചിരിക്കുന്നു. എങ്ങനെ? ചിന്മുദ്രയായിട്ട്. ചിന്മുദ്രയൊക്കെ നമുക്ക് മുദ്രകളൊക്കെ ഒത്തിരി ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ പോകുന്നു, അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കരകലിത ചിന്മുദ്രമാനന്ദരൂപം. കയ്യ് ജ്ഞാനമുദ്രയായിട്ട് പിടിച്ചിരിക്കുകയാണ്. വലത് കയ്യ് ആ എന്താ പറയാ, തർജനിയും അങ്കുഷ്ടവും, തർജനിയും അങ്കുഷ്ടവും, തള്ളവരലിനെയാണ് അങ്കുഷ്ടം എന്ന് പറയുക. തർജനി ചൂണ്ടുവിരൽ, അഹങ്കാരത്തിന്റെ വിരലാണ്, എന്നെ ജീവനെ സൂചിപ്പിക്കുന്ന വിരലാണ് ചൂണ്ടുവിരൽ. തള്ളവിരലാണ് ഒരു കയ്യിലെ ഏറ്റവും ശക്തമായ വിരല്. അത് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു, തള്ളവിരല്. ഇത് ഞാൻ എന്ന അഹങ്കാരത്തിന്റെ വിരലാണ്. നമ്മൾ പറയാം കൈ ചൂണ്ടി വർത്താനം പറയല്ലേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എന്നോട് കൈ ചൂണ്ടി സംസാരിക്കുന്നോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചൂണ്ടി സംസാരിക്കുന്നത് വിനയമില്ലായ്മയുടെ പ്രതീകമാണെന്ന് പറയും, അല്ലേ? ഇനി നമ്മൾ ഒരു കുട്ടിയെ, ഇപ്പോൾ ക്ലാസ്സിൽ കുട്ടികളെ പോലും നമ്മൾ ഒരാൾ എഴുന്നേക്കാൻ പറയുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചൂണ്ടാറില്ല, ഇങ്ങനെ കൈ കൊണ്ടിട്ട് ഇങ്ങനെ കാണിക്കാറില്ല, എഴുന്നേക്കൂ അങ്ങനെ പറയാറ്. നീ അങ്ങനെ പറയാറില്ല. അങ്ങനെ പറയുമ്പോൾ എന്തോ പാവം ചെയ്യണ പോലെയാ, അല്ലേ? അപ്പൊ അഹങ്കാരത്തിന്റെ വിരൽ ആരുടെയും നേരെ ചൂണ്ടാൻ പാടില്ല. അപ്പൊ ചൂണ്ടണത് ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചോളൂ. കാരണം എല്ലാവരും ഇതിലും ആത്മീയമായ ആ ചൈതന്യം ഇരിപ്പുണ്ട്. അപ്പൊ ആരുടെയും നേരെ കൈ ചൂണ്ടാനുള്ള അവകാശം നമുക്കില്ല. അപ്പോൾ ആ ഇങ്ങനെ ചൂണ്ടി ചൂണ്ടി ശീലിച്ച കയ്യ് ഇങ്ങനെ മടക്കണം, ആ സത്യത്തോട് ചേരണം. ആ പരമസത്യത്തോട് ചേരുമ്പോൾ ബാക്കി 3 വലത് കൈയിലെയാണ് തള്ളവിരലും ആ ചൂണ്ടുവിരലും ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ഈ ബാക്കി 3 വിരലുകൾ ഇങ്ങനെ നിവർന്ന് നിൽക്കും. കാരണം ഇത് ഒന്ന് സ്ഥൂലം, ഒന്ന് സൂക്ഷ്മം, ഒന്ന് കാരണം. ഈ ശരീരബോധം ഒക്കെ വിട്ടിട്ട് ഞാൻ ചേരേണ്ടത് ഈ സത്യത്തിലാണെന്ന് കാണിക്കുക. അത് ഞാൻ ഇതിൽ കിടന്നൊന്നും ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ കിടന്നൊന്നും ഉഴലില്ല. ഞാൻ ചേരേണ്ടത് എൻ്റെ ഈ അഹന്തയൊക്കെ ഒന്ന് വളച്ച് ഇല്ലാണ്ടാക്കി ഞാൻ ചേരേണ്ടത് ആ ഭഗവാനെ നിന്നിലേക്കാണ് എന്ന് ആ മുദ്രയിൽ തന്നെ കാട്ടുകയാണ്. കരകലിത ചിന്മുദ്രമാനന്ദരൂപം. ആ ചിന്മുദ്ര, ജ്ഞാനമുദ്ര എന്ന് പറയും, അതിനെ യോഗമുദ്ര എന്നൊക്കെ പറയും. ആ ജ്ഞാനമുദ്ര കൈകളിൽ ധരിച്ചിരിക്കുന്നു, അങ്കുഷ്ടം തർജനിയോട് ചേർത്ത് വെച്ചിരിക്കുന്നു. വലത് കൈയിൻ്റെ തള്ളവിരൽ ചൂണ്ടുവിരലുകളിൽ തൊട്ടും ബാക്കി 3 വിരലുകൾ നിവർത്തിപ്പിടിച്ചിരിക്കുന്ന ഭാവമാണ്, അല്ലെ? അപ്പൊ തള്ളവിരൽ അഹങ്കാരത്തിന്റെ ഭാവമാണ്. നമ്മളിലെ ആ അഹങ്കാരത്തെ ഗുരുസമക്ഷത്തേക്ക് ചേർക്കുകയാണ്. ആ അഹങ്കാരത്തെ എടുക്കാൻ വേണ്ടിയാണല്ലോ പഠനങ്ങളൊക്കെ ആവശ്യം. നമ്മളിലെ അഹന്ത കളയാനാണ് നമ്മൾ പഠിക്കുന്നത്. അഹന്ത പോയാൽ നമ്മൾ ഗുരുവായി, നമ്മൾ ഈശ്വരനായി. എത്ര ജന്മം വേണ്ടി വരും എന്നുള്ളതാണ് അതിന്. അപ്പോൾ അത് എപ്പോഴും എനിക്ക് തരണേ എന്നൊരു മുദ്രയിലൂടെ കാട്ടുകയാണ് നമ്മൾ. അപ്പോൾ അഹങ്കാര വിരലിനെ ബ്രഹ്മത്തോട് ചേർത്ത് വയ്ക്കുന്നു. ജീവ ബ്രഹ്മ ഐക്യം കാണിക്കുന്ന ആ ഒരു ചിഹ്നമാണ് അത്. അപ്പൊ നോക്കൂ, അപ്പൊ കരകലിത ചിന്മുദ്രമാനന്ദരൂപം, കൈ ചിന്മുദ്രയായി പിടിച്ചിരിക്കുന്നവനും സ്വാത്മാരാമം, ഇരിക്കുന്നത് എങ്ങനെയാ? എൻ്റെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, എൻ്റെ ഭർത്താവിന് വയ്യല്ലോ, എനിക്ക് വയ്യല്ലോ എന്നോർത്ത് വിഷമിച്ചല്ല ഇരിക്കണേ. തന്നിലിരിക്കുന്ന ആനന്ദം, ആനന്ദോഹം, അല്ലെ? ആനന്ദം ബ്രഹ്മ എന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചു തന്നത്. ആനന്ദോയം ആനന്ദോഹമഹം ബ്രഹ്മാത്മാഹമസ്മീതി രൂപതഃ ഭവനാ സതതം യസ്യ സ ഭക്തഃ.
ഞാൻ ആനന്ദമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണെന്ന് ആരാണോ നിരന്തരം ഭാവന ചെയ്യുന്നത് അവനാണ് ഭക്തൻ എന്ന് ഗുരു അമ്മയെ പഠിപ്പിച്ചു ദർശനമാലയില്, ഭക്തി ദർശനത്തില്. അപ്പൊ ഇവിടെ ഗുരുക്കന്മാർ അങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ പറയാമല്ലോ, വാദങ്ങൾ ചെവിക്കൊണ്ട് മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായങ്ങു വസിപ്പൂമല പോലെ. അപ്പൊ ഇവിടെ സ്വാത്മാരാമം, തന്നിൽ തന്നെ ലയിച്ചു കൊണ്ടിരിക്കുന്നവനും ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നവനും മുദിതവദനം, നല്ല ശോകഭാവമേ ഇല്ല മുഖത്ത്. ശോകഭാവം ഗുരുവിന്റെ മുഖത്തിന് അലങ്കാരമേ അല്ല. എപ്പോഴും ആനന്ദിച്ച മുഖമാണ്, ശാന്തം മുഖമാണ്. അല്ലേ? എന്നാലോചിച്ച് നോക്കൂ. അല്ല, ചിന്താർമുങ്ങും മുഖം, ചേതന നയനയുഗം, ചാരു നെറ്റിത്തടം എന്നൊക്കെ ആശാൻ വർണ്ണിച്ചത്. അല്ല, ആ ഒരു ഗുരുപാദ ദശകത്തിൽ ഗുരുവിന്റെ രൂപം വർണ്ണിക്കുന്നുണ്ട്. മുദിതവദനം, മുദിതമായ സന്തുഷ്ടമായ മുഖത്തോടു കൂടിയവനുമായ ദക്ഷിണാമൂർത്തിയെ ഞാൻ വന്ദിക്കുന്നു. ഒറ്റ പ്രാവശ്യം ആശയം പറഞ്ഞിട്ട് നിർത്താം. നമുക്ക് 6 മണി വരെ ഉണ്ടല്ലോ, എന്നാലും നോക്കാം. നമുക്ക് അടുത്തൊരു ശ്ലോകം വായിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വായിക്കുകയും ചെയ്യാം. മൗനവ്യാഖ്യ, മൗനത്തിലൂടെ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്നവനും. എഴുതാൻ പറ്റുമെങ്കിൽ ഒന്ന് കുറിച്ചു വെക്കുക, ആശയം ഹൃദയത്തിലേക്ക് എടുക്കുക. ഇത് വായിച്ചു പഠിക്കേണ്ടതല്ല, ഇതൊരു അനുഭവമാക്കി മാറ്റണം നമ്മള്. മൗനവ്യാഖ്യ, മൗനത്തിലൂടെ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്നവനും. മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം പറയുമ്പോൾ മൗനഭാഷയിലൂടെ ബ്രഹ്മതത്വത്തെ ശിഷ്യരിലേക്ക് പ്രസരിപ്പിക്കുന്നവനും. യുവാനം, യുവാവായിരിക്കുന്നവനും. വർഷിഷ്ടാന്തേവസൻ, ആ എന്താ പറയാ, ജ്ഞാനവൃദ്ധരും അന്തേവാസികളുമായ ബ്രഹ്മനിഷ്ഠൈഹി, ബ്രഹ്മനിഷ്ഠരും. അങ്ങനെ എടുത്തേ, ജ്ഞാനവൃദ്ധരും അന്തേവാസികളും ബ്രഹ്മനിഷ്ഠന്മാരുമായ ഋഷി സമൂഹത്താൽ ചുറ്റപ്പെട്ടവനും. വർഷിഷ്ടാന്തേവസദൃഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഹി. കിട്ടിയെന്ന് തോന്നണു. വർഷിഷ്ഠന്മാരും ജ്ഞാനവൃദ്ധന്മാരും അന്തേവാസികളും ബ്രഹ്മനിഷ്ഠൈഹി, ബ്രഹ്മത്തിൽ സ്ഥിരമായി ഇരിക്കുന്നവനും, ഒട്ടുമിളകാതെ ബ്രഹ്മഭാവത്തിൽ ഇരിക്കുന്നവനും. പിന്നെന്താ, ഋഷിഗണൈഹി ആവൃതം, അങ്ങനെയുള്ള ഋഷിമാരാൽ ചുറ്റപ്പെട്ടവനും. മൗനത്തിലൂടെ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്നവനും വേദശാസ്ത്ര പാരംഗതരും അന്തേവാസികളും ഋഷിമാരുമായ ശിഷ്യന്മാരാൽ പരിസേവിതരും ചുറ്റപ്പെട്ടവരും. യുവാവും, അവിടെ യുവാവ് എന്നൊക്കെ ചേർത്തോളണം കേട്ടോ. യുവാവ് എന്നുള്ള വാക്ക് നമ്മൾ വിട്ടുപോയി. യുവാവും ജ്ഞാനവൃദ്ധന്മാരും അന്തേവാസികളും ബ്രഹ്മനിഷ്ഠന്മാരുമായ ശിഷ്യന്മാരാൽ പരിസേവിതവനും. പിന്നെ എന്താണ്, ആചാര്യനും പരമാചാര്യനും ചിന്മുദ്ര കയ്യിൽ, ജ്ഞാനമുദ്ര കയ്യിൽ ധരിച്ചിരിക്കുന്നവനും. ആനന്ദസ്വരൂപനും തന്നിൽ ലയിച്ചിരിക്കുന്നവനും പ്രസന്നവദനനുമായ ദക്ഷിണാമൂർത്തിയെ ഞാൻ ആരാധിക്കുന്നു. അപ്പം നോക്കൂ, ഞാൻ ദക്ഷിണാമൂർത്തിയെ ആരാധിക്കുന്നു. എങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയാ? മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേവസദൃഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഹി. ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഢേ. ചൊല്ലി 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 പഠിക്കണം കേട്ടോ. രണ്ടാമത്തെ ധ്യാന ശ്ലോകം വെറുതെ ഒന്ന് വായിച്ചു നിർത്താം നമുക്ക്, ഇത്രേ സമയം കിട്ടുള്ളൂ. നോക്കാം. കാരണം നമ്മൾ ഇനി ആദ്യത്തെ ശ്ലോകം ദക്ഷിണാമൂർത്തി സ്തോത്രം തുടങ്ങിയിട്ടില്ല. അതിന് ഒരു മുന്നോടിയായിട്ടുള്ള ധ്യാന ശ്ലോകങ്ങൾ നമ്മളൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത് വടവിടബി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകല മുനിജനാനാം ജ്ഞാനദാതാരമാരാത്. വടവിടബി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം. വടവിടബി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകല മുനിജനാനാം ജ്ഞാനദാതാരമാരാത്.
സകല മുനിജനാനാം ജ്ഞാനദാതാരമാരാത് ത്രിഭുവന ഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ത്രിഭുവന ഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനന മരണ ദുഃഖച്ഛേദദക്ഷം ജനന മരണ ദുഃഖച്ഛേദ ദക്ഷ സമർത്ഥൻ ജനന മരണ ദുഃഖച്ഛേദദക്ഷം നമാമി. അവിടെ ഞാൻ നമിക്കുന്നു. ആദ്യത്തിൽ അഹം ഈടേ ഞാൻ സ്തുതിക്കുന്നു എന്നൊരു പുതിയ വാക്ക് ഉപയോഗിച്ചു. ഇവിടെ അഹം നമാമി. ഓരോ ശ്ലോകങ്ങളിലും ദക്ഷിണാമൂർത്തിയെ വീണ്ടും 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 നമിക്കുകയാണ്. വടവിടഭി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകല മുനിജനാനാം ജ്ഞാനദാതാരമാരാത് ത്രിഭുവന ഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനന മരണ ദുഃഖച്ഛേദദക്ഷം നമാമി. നോക്കാം. വടവിടഭി സമീപേ. വടം എന്ന് പറഞ്ഞ ആൽമരമാണ് കേട്ടോ. പേരാലിൻ ചുവട്ടിലിരിക്കുന്നു. എവിടെയാ അത്? ഭൂമിഭാഗേ നിഷണ്ണം. ഭൂമിഭാഗേ, ആ പേരാലിന്റെ ചുവട്ടിൽ ഭൂമിയിൽ ആ മൂലഭാഗത്ത് ആ വേരിലിരിക്കുക. മൂലഭാഗത്ത്. കാരണം ആൽമരം ഇവിടെ വളരെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു ആൽമരത്തെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറഞ്ഞു തരാം. ആൽമരം ഏറ്റവും ശ്രേഷ്ഠമായ പ്രപഞ്ചത്തിന്റെ ആ ഒരു പ്രതീകമാക്കി വെക്കാവുന്ന മരമാണ് ആൽമരം. കാരണം ആൽമരത്തിന്റെ വേരുകൾ വളരെ ആഴത്തിൽ വേരോടുകയും വളരെ ശക്തവും 500 വർഷത്തോളം ഒക്കെ പഴക്കം വർഷം വരെയൊക്കെ നിൽക്കുന്ന മരമാണ് ആൽമരം. അപ്പൊ അതുകൊണ്ട് പ്രപഞ്ചത്തെ പ്രതീകമാക്കി പറയുമ്പോൾ ആൽമരത്തെ എടുത്തു പറയാറുണ്ട് എപ്പോഴും. അതിൻ്റെ വേര് പോലെ വേര് വേദത്തിന്റെ അടിത്തറയാണ് സൂചിപ്പിക്കുന്നത്. വേദം എപ്രകാരമാണോ ജ്ഞാനം ഈ ലോകത്തെ എന്നും നിലനിർത്തുന്നത്, അതുപോലെ ആ ആൽമരത്തിന്റെ അടിത്തറയായ ആ മൂലത്തിലാണല്ലോ ഒരു വൃക്ഷം നിൽക്കുക. അത് വേദത്തിന്റെ അടിത്തറയാണ് കാണിക്കുന്നത്. ജ്ഞാനത്തിന്റെ അടിത്തറയാണ് ആ മൂലഭാഗത്തിരിക്കുന്ന ഗുരുവിനെ ഗുരു എന്ന പ്രതീകം. അപ്പോൾ ഒരു പലതരത്തിലുള്ള ആലുകളുണ്ട്. കല്ലാലാണ് ഗുരു. നമുക്ക് കല്ലാൽ തണലിലിരുന്ന് മറ്റൊരു ഈ പിന്നെ പാറയുടെയും ഒക്കെ കല്ലിൻ്റെയൊക്കെ ഉള്ളിൽ വളർന്നു വരുന്ന ആലിനെയാണ് കല്ലാൽ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഒരു ആൽച്ചുവട്ടിലിരിക്കുന്നവനും വിടബി എന്ന് പറഞ്ഞ വൃക്ഷം എന്നർത്ഥം കേട്ടോ. വടം എന്ന് പറഞ്ഞ ആൽമരം. വിടബി തരു എന്ന് പറഞ്ഞ മരം. വിടബം എന്ന് പറഞ്ഞ മരം. അപ്പൊ വടവിടബി എന്ന് പറഞ്ഞാലോ ആൽമരത്തിന്റെ സമീപത്ത് ഭൂമിഭാഗേ ഭൂമിയില് നിഷണ്ണം ഇരിക്കുന്നവനും. അപ്പോ വടവിടബി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം. പേരാലിന്റെ ചുവട്ടിലെ ഭൂമിയിൽ ആസനസ്ഥനായിരിക്കുന്നവനും ഉപവിഷ്ടനായിരിക്കുന്നവനും അല്ലെ, ആ ഭൂമിയിൽ തറയിൽ മൂലഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നവനും സകല മുനിജനങ്ങൾക്കും സമീപത്തിരിക്കുന്ന ആ ആത്മസ്വരൂപികൾക്ക് സകല മുനിജനങ്ങൾക്കും ജ്ഞാനദാതാരം. അതുപോലെ സകല മുനിജനാനാം ആരാത് എന്നുള്ള വാക്കിന് സമീപത്ത് നിർത്തം കേട്ടോ. ആരാത്. അപ്പൊ സകല മുനിജനാനാം ജ്ഞാനദാതാരമാരാത്. അപ്പൊ സകല മുനിജനാനാം ആരാധന എടുക്കണം. സകല മുനിജനങ്ങളുടെയും സമീപത്തിരുന്നു കൊണ്ട് ജ്ഞാനദാതാരം ജ്ഞാനം പകർന്നു കൊടുക്കുന്നവനും. ഓക്കെ. അപ്പോ സകല മുനിജനാനാം ആരാത് ജ്ഞാനദാതാരം. സകല മുനിജനങ്ങളുടെയും സമീപത്തിരുന്നു കൊണ്ട് സമീപത്തിരുന്നു കൊണ്ട് ജ്ഞാനദാതാരം ജ്ഞാനദാനം ചെയ്യുന്നവനും. എവിടെ ഇരിക്കുന്നത്? വടവിടബി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം. ആൽമരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ആസനസ്ഥനായിരുന്നു കൊണ്ട് ഉപവിഷ്ടനായിരുന്നു കൊണ്ട് സകല മുനിജനങ്ങളുടെയും സമീപത്ത് വർത്തിച്ചുകൊണ്ട് ജ്ഞാനദാതാരം ജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഗുരു ദക്ഷിണാമൂർത്തി ജ്ഞാനദാതാരം. നോക്കൂ, അങ്ങനെയുള്ള ഈശം ത്രിഭുവന ഗുരുമീശം
ത്രിഭുവന ഗുരുമീശ, 3 ലോകങ്ങൾക്കും, അല്ലെ, ഭൂമിയോ സ്വർഗമോ പാതാളമോ, ഈ 3 ലോകങ്ങൾക്കും ത്രിലോകങ്ങൾക്കും ഈശ്വരനായിട്ടുള്ള ത്രിഭുവന ഗുരും 3 ലോകങ്ങൾക്കും ഗുരുവായിട്ടുള്ളതും ഈശൻ, സർവത്തിനും ജഗതീശ്വരനായിരിക്കുന്ന, സർവത്തിനും ഈശ്വരനുമായിരിക്കുന്ന, പ്രപഞ്ചത്തിന്റെ പരമകാരണമായിരിക്കുന്ന ആ ആ മൂർത്തി പറയാ ജനന മരണ ദുഃഖച്ഛേദത്. പിന്നെ ഗുരുവിന്റെ വിശേഷണം എന്താ? ജനന മരണ ദുഃഖച്ഛേദത്. നമ്മൾ എന്തിനാ ഗുരുവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരിക്കണേ? ജനന മരണ ദുഃഖത്തെ ഛേദിച്ചു കളയണം. ഈ സംസാര സാഗരത്തിൽ നിന്നൊന്ന് കരകയറ്റണം. അതിന് ഒരു ഗുരുവിന്റെ പാദങ്ങളിൽ ശരണാഗതി ചെയ്യുക മാത്രമേ രക്ഷയുള്ളെന്ന് അറിഞ്ഞ ബുദ്ധിശാലികളും മുജ്ജന്മ സുഹൃതികളും നല്ല എന്താ പറയാ സുഹൃതികളായ അച്ഛനമ്മമാർക്ക് ജനിച്ചവരാ മക്കളാ ഈ ഇരിക്കുന്നവര്. അതുകൊണ്ട് സത്യം അറിഞ്ഞവരാ. ജനന മരണ ദുഃഖച്ഛേദത്. ഈ ജനിമൃതി രോഗം അറുക്കണം. ആ ദുഃഖത്തെ ഛേദിച്ച് കളയുന്നതിന് ദക്ഷ, നമ്മള് ഖരാരൂഢമോക്ഷം വിപദ്ഭംഗദക്ഷം, ഗുരു ഉപയോഗിച്ചിരിക്കുന്ന പദ ദക്ഷം, വിപദ്ഭംഗദക്ഷം, അല്ലെ, ആപത്തുകളെ ഛേദിക്കുന്നതിൽ സമർത്ഥനാണ് വിനായകൻ എന്ന് പറഞ്ഞ ഗുരു അവിടെ ദക്ഷം എന്നുള്ള വാക്ക് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ. അപ്പൊ ഒരു വാക്ക് എവിടെയെങ്കിലും കയറിയാൽ നമ്മളിപ്പോ ഗുരു ഉപയോഗിച്ച വാക്കുകളിലേക്ക് നമ്മുടെ ചിന്ത ചെല്ലും. അപ്പൊ ജനന മരണ ദുഃഖച്ഛേദത്, ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട. നമ്മൾ മരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കണം, അല്ലേ. നാരായണ ജയ. മരിച്ചു കിടക്കുന്ന ആളെ എല്ലാം കേൾക്കണുണ്ട്, ആ ശേടം കത്തിച്ച് കളയാനുള്ള വിറകാണ്. പക്ഷേ ശരീരത്തോടുകൂടി ഇരിക്കുന്നവരാണ് അത് അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പാടണമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അതാണ് ചുറ്റുമുള്ളവരെ ബോധവാന്മാരാക്കാൻ വേണ്ടി, ആ ശ്മശാന വൈരാഗ്യം വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പാടുന്നത്. ശരീരത്തോടുകൂടി ഇരിക്കുമ്പോഴേ ഇതിനുള്ള പ്രവൃത്തി ചെയ്യണം. ഇതിന് പ്രവൃത്തി ചെയ്യുന്നവരാണ് ഇതിൻ്റെ ശ്രോതാക്കൾ. ഏതായാലും ആ ശ്ലോകം ഏകദേശം ആയിട്ടുണ്ട്, 2ാമത്തെ ശ്ലോകവും. ബാക്കി ഒരു 3 ശ്ലോകം വളരെ ലളിതമാണ്. അത് എടുത്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലേക്ക് കടക്കാം. ഏതായാലും ഈ സത്സംഗത്തിലേക്ക് ഇതിൻ്റെ സംഘാടക സാരഥ്യങ്ങൾക്കും സ്മൈൽ സാധനയുടെ സംഘാടക സാരഥ്യങ്ങൾക്കും ശ്രോതാക്കൾക്കും നന്ദി പറയുന്നു. പരമഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവിലേക്ക് സമർപ്പണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഗുരു ഓം തത്സത്. നമസ്തേ.